Hello, good afternoon, dear students and parents. Welcome back to Just Europe Edunet and PMTV Study in Europe. I am Dr. Titi Varghese, Official Educational Consultant for Indian students to study in Lithuanian public and private universities. ഇന്നിപ്പോൾ നമ്മളായിരിക്കുന്നത് വിറ്റോഡോസ് മാഗ്നസ് യൂണിവേഴ്സിറ്റിയിലാണ്. VMU എന്ന് പറയും. കൗനാസ് സിറ്റിയിലാണ്. VMU പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല. അവർ റാങ്കിങ് ഇപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്, പുതിയ റാങ്കിങ് കൂടിയിട്ടുണ്ട്. അപ്പം ഇത് സോഷ്യൽ വർക്ക് മാസ്റ്റേഴ്സിന് പഠിക്കുന്ന എൻ്റെ സ്റ്റുഡൻസാണ്. അവരിപ്പോൾ നവംബർ 4 തീയതിയോ എത്തിയത്. ഇന്നിപ്പം നവംബർ 21, 2025 മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് വന്ന കുട്ടികളാണ്. കാലിക്കറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. ദയവ് ഇത് സ്റ്റുഡൻസും പേരൻസും ശ്രദ്ധിക്കുക. എനിക്ക് സബേജൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ സബേജൻ്റെ നമ്പർ കൊണ്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമാണ്. അങ്ങനെയല്ല, സബേജൻസ് ഇല്ല. താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ കുട്ടികളോട് അവരുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷന്, സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. 2026 സെപ്റ്റംബർ 1 തീയതി മുതൽ ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇപ്പോഴേ തുടങ്ങി. എല്ലാ യൂണിവേഴ്സിറ്റികളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇവിടെ എത്താനും സാധിക്കും. മിനിമം 7 to 8 months TRPക്ക് വേണ്ടി എടുക്കും. ഈ കുട്ടികൾക്ക് അത്ര സമയം എടുത്തു. നാട്ടിലിരിക്കുന്ന ഏജൻസികൾ പറയും 3 മാസം മതി, 4 മാസം മതി. അതല്ല റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആയിട്ട് സ്റ്റുഡൻസും പേരൻസും നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ലിത്വാനിയയിലാണ്. വിഷ്ണു സാറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സാറായിരിക്കും സംസാരിക്കുന്നത്. എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ സാറിന് നമ്പർ കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻസും പേരൻസ് ശ്രദ്ധിക്കുക. ബാച്ചിലേഴ്സ് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് വേണ്ടത് ഒരു 62-63% മാർക്ക് +2 തലത്തിൽ വേണം. മാസ്റ്റേഴ്സ് പഠിക്കാനാണെങ്കിൽ ഒരു 63-64% വേണം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഇവർക്ക് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. 40 മണിക്കൂർ ലീഗലി നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാം. പക്ഷേ ജോലിക്ക് വേണ്ടിയായിട്ട് ഇങ്ങോട്ട് മൈഗ്രേഷൻ ചെയ്യാനായിട്ട് നിൽക്കാൻ പോയാൽ TRP കിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻസിനെ അവർ എടുക്കില്ല. ഇൻ്റർവ്യൂ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. പണ്ട് തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സ്റ്റഡിയും ജോലിയും ഇറാസ്മസും ഇൻറ്റേൺഷിപ്പും ഒക്കെ നിങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകണം. അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള സ്റ്റുഡൻസ് പേരൻസ് ദയവായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് വേറെ രാജ്യത്തിലേക്ക് ചാടി പോകാനോ അല്ലെങ്കിൽ പോളണ്ടിലേക്ക് പോകാനോ വർക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ഏജൻസി പോകണം. ദയവ് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്യരുത്. ഞാനത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. ഞാൻ ഇവരൊക്കെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനുള്ള കുട്ടികൾ അത് മുഖേന ഇൻറ്റേൺഷിപ്പും ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം പ്രൊസീജിയർ. പിന്നെ നിങ്ങൾ ഇനിയിപ്പം +2ൻ്റെ എക്സാം എഴുതാൻ പോകുമല്ലോ. അപ്പോൾ +2ൻ്റെ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ പോലും +1ൻ്റെ മാർക്ക് വെച്ചിട്ട് പ്രെഡിക്റ്റഡ് സ്കോർ എന്ന് പറഞ്ഞുള്ള ഗ്രേഡ് കാർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രെഡിക്റ്റഡ് സ്കോർ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് അത് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മളുടെ മാസ്റ്റേഴ്സിന്റെ കുട്ടികളുടെ കേസാണ്. മാസ്റ്റേഴ്സിന്റെ സ്റ്റുഡൻസിന്റെ കേസാണ്. മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും നിങ്ങൾ ബാച്ചിലേഴ്സിന്റെ ഫൈനൽ ഇയർ ആണ് എങ്കിൽ, അങ്ങനത്തെ കുറച്ച് കുട്ടികൾ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഇയർ ആണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ജോർജിയോട് സംസാരിച്ചതേ ഉള്ളൂ, ഫൈനൽ ഇയർ ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ഗ്രേഡ് വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും ഇപ്പോഴേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലാരിറ്റി ആയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിലേക്ക് കയറാം. മലയാളത്തിൽ കുട്ടികളോട് സംസാരിക്കാം. പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ പേര് ആനന്ദ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്, കാലിക്കറ്റിൽ നിന്ന്. പിന്നെ ഞാൻ ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞാണ്. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ തീരുമാനിച്ചത്? പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പറായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും പുതിയൊരു കൺട്രി എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ എന്താ സോഷ്യൽ വർക്കറിൻ്റെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്താണെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സ് എടുത്തത്. പിന്നെ ഇവിടെ വന്നേരം നല്ല പ്രൊഫസേഴ്സാണ്, നമുക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടീവായിട്ടുള്ള പ്രൊഫസേഴ്സാണ്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്. പക്ഷേ ഐ തിങ്ക് കുറെ ടൈം എടുക്കും. TRP കാർഡ് കിട്ടാൻ കുറച്ച് ഭയങ്കര. നിങ്ങൾ വേറെ ഏതെങ്കിലും ഏജൻസി പോയായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഡയറക്റ്റ് എന്നെ തന്നെ കണ്ടത്. ഓക്കെ, അതുകൊണ്ട് നന്നായി. പിന്നെ TRPന്റെ കുറച്ച് ലാഗ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. എന്താ റീസൺ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പല കുട്ടികളും ഈ ഫേക്ക് ഡോക്യുമെന്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ പല കുട്ടികളും പഠിക്കുന്നതിന് വേണ്ടിയല്ല വരുന്നത്, അവർ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടം വിട്ടിട്ട് വേറെ കൺട്രിക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ അടുത്ത സ്റ്റേജിലേക്ക് പോയേ പറ്റുള്ളൂ. അത് കാരണം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിലേ വരുന്നത്. പിന്നെ VFSൽ ഡേറ്റ് കിട്ടത്തില്ല, മനസ്സിലായില്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു 7 to 8 months നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ 2022 നമ്മൾ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 3 മാസം കണ്ടേ എടുത്തുള്ളൂ എൻ്റെ കുട്ടികൾക്ക്. പക്ഷേ ഇപ്പം അത് 7 to 8 months ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തുടങ്ങി പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പോവാം. ഏപ്രിൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ നവംബർ തീർന്നില്ലേ, 3-4 മാസം കൊണ്ട് 4 ദിവസം കൊണ്ട് അത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ